വെൽക്കം ടു ദി ഹൈജീൻ നേച്ചർ ക്യൂർ. വേവിച്ച ഭക്ഷണം ഒരു ചത്ത ഭക്ഷണമാണ്. പക്ഷെ ചത്ത ഭക്ഷണം 2 മണിക്കൂർ കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അതുകൊണ്ട് ചത്ത ഭക്ഷണം ചൂടാറുന്നതിന് മുന്നേ തിന്നണം. അത് 2 മണിക്കൂറാണ്. പഴങ്ങളും പച്ചക്കറികളും പച്ച ഇലകളും പച്ചവെള്ളവും എല്ലാം ജീവനുള്ള ഭക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരവും ജീവനുള്ളതാണ്. അതുകൊണ്ട് ജീവനുള്ള ശരീരത്തിലേക്ക് ജീവനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണമെന്നാണ് അടിസ്ഥാന ആരോഗ്യ ശാസ്ത്രം. പക്ഷെ അത് അങ്ങനെ പ്രായോഗികമായി നടപ്പാക്കുന്നവരൊക്കെ നാട്ടിലൊക്കെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. നമ്മൾക്ക് അത്രത്തോളം പോകണമെന്നില്ല. 1-2 നേരം വേവിച്ചത് കഴിച്ചോളൂ. രാത്രിയിൽ എന്നും വേവിക്കാത്തതാവട്ടെ പഴങ്ങളോ സലാഡുകളോ. പക്ഷെ വേവിച്ചത് കഴിക്കുമ്പോൾ ഉണ്ടാകേണ്ട കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, വേവിച്ച ഭക്ഷണം ചത്തതാണല്ലോ, അത് ചെയ്യുന്നതിന് മുമ്പേ കഴിക്കുക എന്നതാണ്. അത് 2 മണിക്കൂറാണ്. 8 മണിക്ക് വേവിക്കാം, 10 മണിക്ക് കഴിക്കാം, 12 മണിക്ക് വേവിക്കാം, 2 മണിക്കുള്ളിൽ കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ അതിൽ ചൂടോട് കൂടി നമ്മൾ ഭക്ഷണം അകത്തേക്ക്, ചൂടപ്പം പോലെ വിറ്റുപോയി എന്ന് കേട്ടിട്ടില്ലേ? ഇതിന്റെ പ്രാധാന്യമുണ്ട്. ഹോട്ട് ബൺ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പോൾ ഇത് ചത്ത ഭക്ഷണമായതുകൊണ്ട് അത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിലേക്ക് ഫംഗസുകൾ വരും, പൂപ്പൽ ബാധിക്കും, പിന്നെ അത് ശരീരത്തിന് ദോഷമുണ്ടാകും. അതുകൊണ്ടാണ് 2 മണിക്കൂറിനുള്ളിൽ തിന്നണമെന്ന് പറയുന്നത്. അങ്ങനെ വേവിച്ച് 2-3 മണിക്കൂറും 3-4 ദിവസവും കഴിഞ്ഞ് തിന്നുന്ന ആളുകളുണ്ട്. അവർക്ക് സകല രോഗങ്ങളും ഉണ്ടാവും. പ്രഷർ ഉണ്ടാകും, ഷുഗർ ഉണ്ടാകും, വണ്ണം കൂടും, ഗർഭാശയത്തിൽ മുഴയുണ്ടാകും, വെരിക്കോസ് വെയിൻ ഉണ്ടാകും, ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. നല്ലത് തിന്നുക എന്നത് വളരെ നിർബന്ധമാണ്. പക്ഷെ നമ്മളത് മറന്നുപോയി. വീട്ടിൽ പഴകിയത് വെക്കാനായിട്ട് ഒരു മോർച്ചറി കൊണ്ടുവച്ചിരിക്കുകയാണ്. പഴങ്കഞ്ഞി കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പോലും വിശ്വസിക്കുന്ന മണ്ടന്മാരാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു നമ്മൾ. അതുകൊണ്ട് ഇതൊരിക്കലും തിന്നരുത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, പ്രാക്ടിക്കലി ഇത് എങ്ങനെ നടപ്പാക്കാൻ കഴിയും? ഓഫീസിലും കോളേജുകളിലും സ്കൂളുകളിലും വീട് വിട്ട് പോകുന്നവരൊക്കെ രാവിലെ വേവിച്ചത് ഉടൻ ഫ്രഷ് ഉണ്ടാക്കി തന്നു പോകട്ടെ. തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഫ്രൂട്ട്സുകളും സലാഡുകളും ജ്യൂസുകളും ഇളനീര് വെള്ളവും കരിമ്പ് ജ്യൂസുകളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. വീട്ടിലെത്തിയുടൻ വീണ്ടും വേവിച്ച ഭക്ഷണം ഫ്രഷ് ആയിട്ട് തിന്നട്ടെ. അങ്ങനെയാണ് അവരത് പ്രായോഗികവൽക്കരിക്കേണ്ടത്.